ഞങ്ങൾ ഹിന്ദുക്കള് ചോര തിളയ്ക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരാ. മാറ്റം വേണം, ജനങ്ങൾക്ക് മാറ്റം ഉണ്ടാവട്ടെ. ജനങ്ങൾ മനസ്സിലാക്കണം. ചതിക്കില്ല, കൂടെ നിൽക്കും. നവകേരളല്ല അത്. जय सुरेश गोबे, जय जय सुरेश गोबे, जय जय मोदी जय, जय जय मोदी जय. जय जय बोलो बीजेपी, जय जय बोलो नरेंद्र मोदी. नरेंद्र मोदी के തീർച്ചയായും ഇപ്രാവശ്യം സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കും. കാരണം മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു നേതാവ് തൃശ്ശൂരിനുണ്ടാവണമെങ്കിൽ അത് തീർച്ചയായും അത് സുരേഷ് ഗോപി തന്നെയായിരിക്കും. കാരണം ഈ നാട്ടിലുണ്ടായ ഇത്ര നാളും ഈ നാടിൻ്റെ വികസന കാര്യങ്ങളിൽ ഭരണമില്ലാതിരുന്നപ്പോൾ പോലും ഒരു MP അല്ലാതിരുന്നിട്ടും സുരേഷ് ഗോപി എന്തെല്ലാം കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്തു എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. തീർച്ചയായും അതിൻ്റെ ഒരു റിസൾട്ട് ഇപ്രാവശ്യം ഉണ്ടാവും. തൃശ്ശൂർ അടുത്തിരിക്കും, ഉറപ്പാ. ജയിക്കണം. ആളൊരു നല്ല മനുഷ്യനാണ്, അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നല്ലൊരാളാണെന്നാണ് പൊതുവെ അഭിപ്രായത്തിൽ. ജയിക്കണം എന്നാണ്. हम लोग बहुत खुश है, मोदी जी आ रहे हैं, इसलिए उनसे मिलने के लिए इतनी दूर से चले आ रहे हैं. हम लोग हम हरिनगर से आ रहे हैं. हमारे देश के प्रधानमंत्री आ रहे हैं. यहाँ स्पाइसेस का काम करते हैं. मेरे बिजनेस हम एक सभी लोग राजस्थानी है. हाँ, इधर ही तिरचूर में ही रहते हैं. तिरचूर में ही रहते हैं. हाँ, 24 राजस्थान से हो गया. സുരേഷ് ഗോപി തീർച്ചയായും ജയിക്കും. 100-ൽ 100 മാർക്കോടെ സുരേഷ് ഗോപി ജയിക്കും. അത് സ്വാഭാവികമാണ്. പക്ഷെ ഇക്കുറി എന്തായാലും ജയിക്കും. വലതും ഇടതും കൈകോർക്കാണെങ്കിൽ സുരേഷ് ഗോപി കൈകോർത്താലും ജയിക്കുന്നുള്ള 100% ഉറപ്പാണ്. ശ്രീ വടക്കുന്നാനും മുമ്പിലാണ് പറയണത്. സുരേഷ് ഗോപി പ്രാവശ്യം എടുക്കും 100%. ഞങ്ങൾ 3 കൊല്ലം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ ഒരു BJP പ്രവർത്തനം തന്നെയാണ്. സൂപ്പറായിട്ട് ജയിക്കുന്ന കാര്യം 100% ഉറപ്പാണ്. എന്തായാലും അത്രയും നല്ല മനുഷ്യനാണ്. പാവപ്പെട്ടവർക്കൊക്കെ നല്ലതുണ്ട്. പിന്നെ എന്തുകൊണ്ട് നല്ലതാന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും നല്ല ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ജയിക്കും. സുരേഷ് ഗോപി 100% ജയിക്കും. ഞങ്ങളുടെ ഉറപ്പാണത്, തൃശ്ശൂർക്കാരുടെ ഉറപ്പ്. കാരണം അങ്ങ് ആളെ പോലുള്ളൊരു വ്യക്തിയാണ് നമുക്കൊരു MP ആയിട്ട് വരേണ്ടത്. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ സ്ത്രീകൾ എല്ലാവരും ആളോടൊപ്പം ഉണ്ടാവും. എന്തൊക്കെ തന്നെ പ്രതിസന്ധികൾ വന്നാലും ആൾ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് വരും. ഇതുപോലൊരു പ്രധാനമന്ത്രി മുൻപേ ഉണ്ടായിരുന്നെങ്കിൽ ഈ രാജ്യം എന്നെ നന്നായി പോയേനെ. സുരേഷ് ഗോപി ജയിക്കണം, നല്ല മനുഷ്യനായതുകൊണ്ട്. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ മറ്റു ചെയ്യുന്ന ആളാണ് സുരേഷ് ഗോപി. MP ആയിരുന്ന കാലഘട്ടത്തിൽ തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തൃശ്ശൂരിൽ മറ്റേ ജയിക്കുകയാണെങ്കിൽ ഈ തൃശ്ശൂർ വലിയൊരു മാറ്റം തന്നെ വരും, ഒരു സംശയമില്ല ഇതിൽ. മാറ്റം ഉണ്ടാവും. കാരണം മാറ്റം എന്തായാലും അനിവാര്യമാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം MP ഒന്നും ചെയ്തിട്ട് ഞാൻ തൃശ്ശൂർ ലോക്സഭയിൽ വോട്ട് ചെയ്തൊരു വ്യക്തി വോട്ടറാണ്. എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ BJP തന്നെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. പൊതുവെയുള്ള ഇവിടുത്തെ മൊത്തത്തിലുള്ള ഈ തൃശ്ശൂരിൻ്റെ ഒരു വികാരം തന്നെ സുരേഷ് ഗോപി ജയിക്കണം എന്ന് തന്നെയാണ്. സുരേഷ് ഗോപി ജയിക്കട്ടെ, നല്ല ആളുകൾ വരട്ടെ. ജയിപ്പിച്ചേ ഞങ്ങൾ അടങ്ങുള്ളൂ, ജയിപ്പിച്ചടങ്ങുള്ളൂ. അതാണ് ഇന്നത്തെ ഇത്. അല്ല, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. പ്ലസ് ഞങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നുള്ള പ്രതീക്ഷ. അതാണ്. വികസനം വേണം. കേരളത്തിലെ ജനങ്ങളുടെ ദാരിദ്ര്യം മാറ്റി സാധാരണ ജനങ്ങളുടെ കൂടെ ഒരു കൈത്താങ്ങായി നിൽക്കണം. അതാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ മെമ്പർ എന്ന് ഉദ്ദേശിക്കണേ.
അതാവാൻ സാധിക്കാത്തവരൊക്കെ വെറുതെ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനുള്ളവരാ. അതല്ലാതെ ഒരു മനുഷ്യനുണ്ടോ എന്ന് നോക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങള്. വളരെ നല്ല കാര്യം. ഞങ്ങൾ ഹിന്ദുക്കള് ചോര തിളയ്ക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരാ. അയോധ്യ കാണാനും അങ്ങോട്ട് പോവാനും ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയി മാറണേ ഈശ്വര എന്ന് മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. ഗുണം ചെയ്യും. ഹിന്ദുക്കൾ നന്നായിട്ട് വോട്ട് ചെയ്യും. കാരണം ഒരു കാര്യം വിചാരിച്ചാൽ ആ കാര്യം നടത്തിയെടുക്കാനുള്ള ശക്തി നരേന്ദ്രമോദിജിക്കുണ്ട്. അതിന്റെ പിന്നിൽ അങ്ങനെ ഒരാളെ കണ്ടെത്തലായിരുന്നു സ്ത്രീകളുടെ ഏറ്റവും വലിയ ആവശ്യം. അങ്ങനെ ഒരാളെ ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. അതിന്റെ പിന്നിൽ ഞങ്ങൾ അണിനിരക്കും. സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരാൾക്കല്ലേ വിജയിക്കാനുള്ള സാധ്യതയുള്ളൂ. പിന്നെ അട്ടിമറി മാത്രമുള്ളൂ, കള്ളത്തരം പോസ്റ്റലോട്ട് മുഴുവൻ അവരെ ഇതിലേക്ക് വരുന്നു. അത് 100% പറയാണ്ട് അറിയാലോ. ഇപ്പൊ നടക്കണത് കണ്ടറിഞ്ഞൂടെ, പിന്നെന്തിട്ടാ പറയാനുള്ളത്? നവകേരളല്ല അത്, ചതിക്കേരളാണ്. സുരേഷ് ഗോപിക്ക് ആരുടെയും ഇത് വേണ്ട. ആളുടെ വ്യക്തി പറയാം, അയാൾക്ക് ചതിയില്ല, വിശ്വാസവഞ്ചന ഇല്ല. ഇവിടെയാണെങ്കിൽ ഒരു LDF-ഉം UDF-ഉം ഒരു അജണ്ടയാണ്. കാരണം എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ ഇവർ രണ്ടുപേരാണ് ജയിക്കും. മാറ്റം വേണം, ജനങ്ങൾക്ക് മാറ്റം ഉണ്ടാവട്ടെ. ഇവിടെ ടൗണിന്റെ മാറ്റം തന്നെ മനസ്സിലായില്ലേ? അതിപ്പോ ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ജനങ്ങൾ മനസ്സിലാക്കണം. ചതിക്കില്ല, കൂടെ നിൽക്കും. അതെ, ജനങ്ങൾ ചതിക്കാതിരിക്കട്ടെ. എല്ലാ സപ്പോർട്ടും ഒരു തവണ കൊടുത്തു നോക്ക്. സുരേഷ് ഗോപി ചെയ്യണ കാര്യങ്ങൾ എന്താ നല്ലതല്ലേ? അല്ല, ആണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ട്, പക്ഷെ അതങ്ങ് സമ്മതിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് സ്ത്രീകളുടെ ഏറ്റവും വലിയ പിന്തുണ സുരേഷ് ഗോപി.